സജിത വധക്കേസിൽ പ്രതി ചെന്താമര ജാമ്യത്തിലിറങ്ങി സജിതയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും വീട്ടുമുറ്റത്തിട്ട് വെട്ടിക്കൊന്നു. എന്നിട്ട് കാട്ടിലേക്ക് ഒളിച്ചു. പിന്നെ പോലീസും നാട്ടുകാരും 2 ദിനരാത്രങ്ങൾ ഉറക്കമിളച്ച് കാടരിച്ചു പറക്കി. ചെന്താമരയുടെ പൊടി പോലും കണ്ടെത്താനായില്ല. വിശപ്പ് താങ്ങാനാവാത്ത ചെന്താമര ഒടുവിൽ കാടിറങ്ങി ബന്ധുവീട്ടിലേക്ക് ആഹാരത്തിനായി എത്തി. പോലീസിന്റെ വലയിൽ കുരുങ്ങി. ഇതിനിടയിൽ പലതവണ ചെന്താമര സോഷ്യൽ മീഡിയയോട് തന്റെ കൊലപാതക പരമ്പരയെ സ്വയം ന്യായീകരിച്ചുകൊണ്ടേയിരുന്നു. സ്വന്തം കുടുംബത്തെ തകർത്തവരെ ബാക്കി വെക്കില്ല, അതിൽ കുറ്റബോധം തീരെയില്ലെന്നും അയാൾ പറഞ്ഞു. തൂക്കുകയർ ഭയമില്ലെന്നും നിങ്ങൾക്ക് ആള് മാറിപ്പോയി എന്നും പ്രതി പറയുകയാണ്. നെന്മാറ എന്ന മനോഹര ഗ്രാമത്തിലെ സാധുക്കൾ താമസിക്കുന്ന ഒരു പ്രദേശം. അവിടെ സാമാന്യം നല്ല വീട് വെച്ച് ജീവിച്ചു വരികയായിരുന്നു ചെന്താമര. അയാൾ ലോറി ഡ്രൈവറാണ്. കുടുംബം നോക്കുന്ന നല്ലൊരു ഗ്രഹനാഥനായിരുന്നു ആദ്യം. ഭാര്യ അതീവ സുന്ദരിയാണ്. നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ഉള്ളവൾ. മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്നുള്ളത് കൊണ്ട് തന്നെ അറിയപ്പെടുന്ന സ്കൂളിൽ പഠനം. ഈയിടെ ചെന്താമരയോട് ഭാര്യയ്ക്ക് വല്ലാത്ത അകൽച്ച. വഴക്കും പിണക്കവുമായി അവർ അകന്നുകൊണ്ടേയിരിക്കുന്നതായി ചെന്താമരയ്ക്ക് തോന്നി. അതിന് കാരണമോ ഭാര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സജിതയുടെ നുണകൾ എന്ന് ചെന്താമര വിശ്വസിക്കുന്നു. അന്നും ഇന്നും തന്റെ ഭാര്യ ചെന്താമരയെ വിട്ടുപോയപ്പോ അതുമായി ബന്ധപ്പെട്ട് ചെന്താമര സജിതയോട് ഈ വിഷയം ചർച്ച ചെയ്ത് വഴക്കിടുന്നു. താൻ കൊള്ളില്ലാത്തോണ്ട് തന്റെ ഭാര്യ പിണങ്ങിപ്പോയതിന് ഞാൻ എന്തു വേണം എന്ന സജിതയുടെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയ ചെന്താമരയുടെ പക വളർന്ന് വികസിക്കുന്നു. അത് പിന്നെ മാരകമായ പ്രതികാരത്തിലേക്ക് തിരിഞ്ഞു. ഇന്ന് സമൂഹം വിളിക്കുന്ന ഒരു കൊടും കുറ്റവാളി എന്ന രീതിയിലേക്ക് ചെന്താമര പരിണമിക്കുന്നു. തക്കം പാർത്തിരുന്ന സജിതയെ വീട്ടിലിട്ട് ചെന്താമര വകവരുത്തി. ജയിലിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ അയാളെ ഇടയ്ക്കിടയ്ക്ക് കാണാനായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു സജിതയുടെ ഭർത്താവ്. സജിതയുടെ ഭർത്താവിന് പ്രായം 45-നടുത്താണ്. ചെന്താമരയ്ക്ക് 63. കണ്ടാലും ഒരു വയസ്സും. അതുകൊണ്ടാവും സജിതയുടെ ഭർത്താവ് ചെന്താമരയുടെ വീട്ടുമുറ്റത്ത് പോകുമ്പോ ചെന്താമരയെ അവിടെ കണ്ടാൽ അവിടെ സ്കൂട്ടർ ഒന്ന് ബ്രേക്ക് ചെയ്യും. തന്റെ ഭാര്യയെ കൊന്നവനോട് പിന്നെ സ്നേഹം തോന്നുമോ? ചെന്താമര പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അന്നും അവൻ എന്നെ ചൊറിഞ്ഞു, എന്നെ അസഭ്യം പറഞ്ഞു. ചെന്താമര വാക്കത്തിയുമായി അവന്റെ നേരെ പാഞ്ഞെടുത്തു. നിലവിളി കേട്ട് വന്ന അയാളുടെ അമ്മയെയും ചെന്താമര ആ നാട്ടുവഴിയിലിട്ട് തീർത്തു. ഇനിയും പക തീരാതെ ചിലരെ ബാക്കി വെച്ച് ചെന്താമര ജയിലിൽ കഴിയുകയാണ്. ചെന്താമരയെ ഭയന്ന് പലരും കേരളം പോലും വിട്ടുപോയി. ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ സജിത വധക്കേസിലെ വിധി ശ്രദ്ധേയമാകുന്നത്.